പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജിനു. ഞാൻ അമ്പലപ്പുഴ പുറക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/5/2023 പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് എന്നോട് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കണോ, അതായത് ഉടമ്പടി എടുത്താൽ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു എനിക്ക് ടെൻഷനായിരുന്നു. അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക എന്നുള്ളത് എന്നെ കൊണ്ടൊരു വലിയ ടാസ്ക് തന്നെയാണ്. എനിക്ക് ചെറിയ മക്കളാണേ, അതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ എങ്ങനെയോ ഉടമ്പടി വന്നെടുത്തു. ഉടമ്പടി എടുത്തപ്പം പ്രത്യേകിച്ച് നിയോഗങ്ങളില്ല, പക്ഷേ ഞാൻ കുറച്ച് വസ്തുക്കൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ വസ്തുക്കളിൽ എന്ത് ചെയ്യണം മാതാവേ എന്ന് ഞാൻ 6 നിയോഗങ്ങളിലൊരു നിയോഗമായിട്ട് അതെഴുതി. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് 3ാമത്തെ ആഴ്ച എൻ്റെ ബ്രദറിലൂടെ എൻ്റെ വീട്ടിൽ ഞാൻ പെയിൻ ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് ചോദിക്കുക, നീ നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന വസ്തുവിലൊരു ഹോസ്റ്റൽ നിനക്ക് ചെയ്തു കൂടെയെന്ന്. അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു, അയ്യോ മാതാവ്, അതായത് എൻ്റെ ബ്രദറിലൂടെ അങ്ങനെയാണല്ലോ ചോദിച്ചത്. അങ്ങനെ ഞാൻ അതുമായി തന്നെ മുന്നോട്ട് പോയി. ഓരോ ദിവസവും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെനിക്ക് വിധിച്ചതാണെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് ആകണമെന്ന്. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ 6ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കുന്നത്. 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ ശക്തമായി തന്നെ പ്രാർത്ഥിച്ചു. 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എങ്കിൽ നീ അതുമായി മുന്നോട്ട് പോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഹോസ്റ്റലിന് വേണ്ടിയുള്ള കല്ലിട്ടു. ആ കല്ലിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്ലാൻ വരച്ചപ്പം വരച്ച് വന്നപ്പോൾ അതൊരു 1.5 കോടിയുടെ ബഡ്ജറ്റായി. അപ്പം അത്രയും രൂപ നമ്മളെയും കൊണ്ട് പറ്റില്ല, അതൊന്ന് കുറയ്ക്കാനായിട്ട്, അതായത് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞാൻ നവംബർ 14-ാം തീയതി ഉടമ്പടി ധ്യാനം, ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കത്തില്ല. കറക്റ്റ് 11:30 നോക്കിയിരിക്കും ഞാൻ ധ്യാനം കൂടാൻ. അന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുക ഒന്ന് ജോസഫ് അച്ഛനെ പോയി കാണാൻ പറ്റുമോ എന്ന്. ഞാൻ അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്നും 1:45 കയറി 3:15 ഇവിടെ എത്തി. ഓടി വന്നപ്പോഴേക്കും എൻ്റെ ഫോണിലാണ് വരച്ചതിൻ്റെ പ്ലാനൊക്കെ. ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം എടുത്തു കൊടുത്തു. അവരത് ഇവിടെ വന്നു, അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. അപ്പം അച്ഛൻ പറയുകയാണ്, അതായത് അച്ഛൻ ഇതിൻ്റെ ഫ്രണ്ടിൽ പണിതിട്ടിരിക്കുന്ന വീട് നീ ഒന്ന് പോയി കണ്ടു നോക്ക്, എന്നിട്ട് നീ അതിനെ അങ്ങനെ ആക്കി ചെയ്യും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു പ്ലാൻ തന്നെ മൊത്തത്തിൽ മാറ്റി. ഇന്ന് ഞാനതൊരു ഡ്യൂപ്ലെക്സ് മോഡൽ വീടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഹോസ്റ്റൽ വെറും 8 മാസം കൊണ്ട് തന്നെ പൂർത്തിയായി. എൻ്റെ ഹോസ്റ്റലിൻ്റെ പാലുകാച്ചൽ ഞാൻ ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ ദിവസം തന്നെ നടത്തി. ഇന്ന് ഞാൻ ആ ഹോസ്റ്റലിന് ഹോസ്റ്റൽ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹോസ്റ്റലിലേക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പെയിൻ ഗസ്റ്റിനെ ഞാൻ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്തു. 22 പേരെ താമസിപ്പിക്കാവുന്ന സൗകര്യത്തിൽ മാതാവ് എനിക്കത് ഒരുക്കി തന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് ഈ 6 ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഈ മാതാവിനെ മണിനാഥം മുഴക്കിയാണ് ഞാൻ ഈ അൾത്താരയിലേക്ക് എത്തുന്നത്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 5 ഉടമ്പടിയിലും മാതാവിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ മുത്തുക്കുട പിടിക്കുവാനും ഓരോ പ്രാവശ്യവും എനിക്ക് മാതാവ് ഓരോ അനുഗ്രഹം തരും. ഞാൻ ഇപ്പം മറ്റുള്ളവരോട് ഇന്നലത്തെ ധ്യാനത്തിൽ വശം പറഞ്ഞു, എനിക്ക് മാതാവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃപയാണ്. ഇപ്പം ഞാൻ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. 1.5 കോടി എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ 65-70 ലക്ഷത്തിലേക്ക് എത്തിയ ഒരു ഡ്യൂപ്ലെക്സ് വീടാണ് വെച്ചിരിക്കുന്നത്. അത്രയും രൂപയാക്കി മാതാവ് അതിനെ കുറച്ച് തന്നു. എത്രയും വേഗം, അതായത് എൻ്റെ ഉടമ്പടിയിൽ ആദ്യമായി കല്ലിടുന്നത് നമുക്ക് എപ്പോഴും ഒരു വൈദികനായിരിക്കും. പക്ഷേ ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഒരു പാലിയേറ്റീവ് കെയറിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്ററാണ് വന്ന് എനിക്ക് കല്ലിടുന്നത്. ആ സിസ്റ്റർ ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പണി ചെയ്യുന്ന ആരുടെയും വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഉടമ്പടിയിൽ നിൽക്കുന്നവരായിരിക്കും. എനിക്കതൊരു വലിയ അത്ഭുതമാണ്. എന്നുവെച്ചാൽ ഞാൻ വീട് പണി തുടങ്ങി അന്ന് മുതൽ വീട്ടിൽ തട്ടടിക്കുന്നവർ എന്നോട് കളിയാക്കുന്ന, ഇവിടെ പണി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 5 ദിവസത്തേക്ക് പണി കാണത്തില്ല. എന്നുവെച്ചാൽ ഞാൻ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിലേക്ക് വെള്ളം ഒഴിക്കേണ്ട വന്നിട്ടില്ല. മാതാവ് അതുപോലെ മഴ തരും എനിക്ക്. എത്ര സാഹചര്യത്തിലാണെങ്കിലും നിറച്ചും മഴ തന്ന് അത്രയും അനുഗ്രഹിച്ചാണ് ആ വീട് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഹോസ്റ്റലിന് അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ കൃപ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നതും. അതിൻ്റെ ലൈസൻസും കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ മൂവ് ചെയ്തു. എനിക്ക് നല്ല വിശ്വാസമാണ്, അതായത് അധികം താമസിക്കാതെ തന്നെ മാതാവിന് ഈശോയിലൂടെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണോ അത് ഞാനിപ്പം എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് 2 സിസ്റ്റേഴ്സും എൻ്റെ ഹസ്ബൻഡ് ഒരു സിസ്റ്ററും എൻ്റെ പേരൻസും ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ പേരൻസ് മരിച്ചു പോയതാണ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും പേർക്കും ആയുസ്സും ആരോഗ്യം മാറാരോഗങ്ങളൊന്നും തരാതെ വളരെ സന്തോഷത്തോടെ ഈ പോകുന്ന പോലെ ഞങ്ങൾ നന്നായി തന്നെ പോകാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ഒത്തിരി പേര് ജിനു ഒന്ന് പ്രാർത്ഥിക്കണേ, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരുടെ നിയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, എൻ്റെ തലയിൽ ഒരു മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് അറിയാതെ പോകുന്നില്ല. പിന്നെ ഞാനെന്തിനാ എനിക്ക് അത് ഇത് എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് അതുപോലെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒന്നും എൻ്റെ നിയോഗത്തിൽ വെക്കത്തില്ല. കറക്റ്റായി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ പോകുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും ദശാംശത്തിൽ നിന്ന് കറക്റ്റായി ഞങ്ങൾ
പ്രോപ്പറായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്, ഞാൻ ഇന്ന് 5 മണി 6 മണിയാകാതെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് കഴിയില്ല. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും. ആ ബുധനാഴ്ച ദിവസം തന്നെ ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ പോയി അവിടുത്തെ അമ്മമാരുമായിട്ട് രാവിലെ 8:45 ചെല്ലും. അവരെ കുളിപ്പിക്കും, അവരുമായിട്ട് വർത്തമാനം പറയും, എൻ്റെ പത്രം കൊണ്ടുപോയി ഞാൻ വായിച്ച് കേൾപ്പിക്കും അവരെ. അങ്ങനെ ഒരു 12:30 1 മണി വരെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് തിരിച്ച് എൻ്റെ വീട്ടിലെത്തുന്നത്. അതിനുശേഷം 3 മണിക്ക് ശേഷം ഇരുന്ന് ഞാൻ എൻ്റെ കൊന്ത ചൊല്ലൽ, ബൈബിൾ വായന അതൊക്കെ നടത്താറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിക്കുന്നതാകാം, അല്ലെ ജെനുവനായി അസുഖങ്ങളാണെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ആരെയാണെന്ന് വെച്ചാൽ മാതാവ് കൊണ്ടുതരും. അവർക്ക് തന്നെ കറക്റ്റ് കരങ്ങളിൽ തന്നെ അത് എത്തിക്കും. പിന്നെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2 കെട്ട് പത്രം മാത്രമേ മേടിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി മുതൽ ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. അത് എനിക്കൊരു നിർബന്ധമാണ്. ഒരു 5-ാം തീയതിക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിരിക്കും. എങ്ങനെ മാക്സിമം 2-ാം തീയതി തന്നെ വരാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ 5-ാം തീയതിക്ക് മുമ്പ് ഇവിടെ എത്തും. എന്നിട്ട് ഞാൻ ആ പത്രം വാങ്ങിച്ചു ഇവിടുന്ന് ഞാൻ പോയി അവിടെ പോയി, അതായത് മാതാവിൻ്റെ അടുക്ക പോയി നിന്ന് പ്രാർത്ഥിക്കും. ഈ പത്രം കൊണ്ട് ഓരോരുത്തരും രക്ഷപ്പെടണം. ഞാൻ വെറുതെ ഇരുന്ന് എന്നെയാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ഞാനിപ്പോൾ മാതാവിനോട് പറയും, മാതാവേ വെറുതെ ഇരുന്ന് എന്നെയാണ് നീ ഇവിടം വരെ എത്തിച്ചത്, ബാക്കി നീ തന്നെ നോക്കണം, ഞാനല്ല ഓടുന്നത്, നീ ആയിരിക്കണം ഓടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്ന ഈ പത്രത്തിലൂടെ എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടി തന്നെ ഈ 5 കെട്ട് പത്രവും ഞാൻ വീട്ടിൽ ചെല്ലും. അന്നത്തെ ദിവസം വൈകുന്നേരം ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പത്രങ്ങൾ കൊണ്ടുപോകാനായി തന്നെ ഞാനൊരു കിറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് 3ആയി ഫോൾഡ് ചെയ്യും. എന്നിട്ട് കൃപാസനം എന്നെഴുതിയ ആ ഹെഡ്ലൈൻ കാണുന്ന രീതിയിൽ തന്നെ 3ആയി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഈ പത്രം, അതായത് ഇത് കൃപാസന പത്രമാണ്, ഇത് നിങ്ങൾ വായിക്കുമോ, ഇത് വേസ്റ്റ് ചെയ്യല്ല, ഇത് വായിക്കുമെങ്കിൽ മാത്രമേ ചേച്ചി ഇത് വാങ്ങാവുള്ളൂ, അത് ചേട്ടാ വാങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കൊണ്ടുപോകുന്ന പത്രം ഇന്ന് രാവിലെ ഇവിടെ എത്തുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം എൻ്റെ മക്കൾ വരുന്നതിന് മുമ്പ് അത് കൊടുത്തു തീർക്കും. ഇല്ല അത് തീരുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ തിരുവല്ല സ്റ്റാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി 1-2 ദിവസം കൊണ്ട് ആ 5 കെട്ട് പത്രവും ഞാൻ തീർത്തിരിക്കും. അതിപ്പോൾ ഞാൻ നിർബന്ധമായി ചെയ്യുന്ന കാര്യമാണ്. ബാക്കി ഇപ്പം ചില ദിവസങ്ങളിൽ എനിക്കൊക്കെ ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കൊന്തയല്ലാതെ എക്സ്ട്രാ ചൊല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, മാതാവേ ഇന്നത്തെയും കൂടെ നാളെയും കൂടെ ഞാൻ ചൊല്ലിക്കോളാം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ എന്ന് പറയും. അങ്ങനെ മാതാവുമായിട്ട്, അതായത് അങ്ങനെ പറയാൻ പറ്റും എന്നെനിക്ക് മാതാവ് അതൊരു ഇതല്ല, മാതാവിന് അറിയാമല്ലോ എൻ്റെ സാഹചര്യം എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പിന്നെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും, ഈ ഉടമ്പടിയിൽ ഞാൻ വെക്കാത്തതുമായ ഒത്തിരി നിയോഗങ്ങൾ എൻ്റെ വീട്ടിലെ തന്നെ, ഞാനതൊന്നും ഉടമ്പടിയിൽ വെച്ചതല്ല, പക്ഷേ ഭയങ്കര അത്ഭുതമായി അതൊക്കെ നടന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി മാതാവിന് അറിയാം അത് നടക്കേണ്ടതായിരുന്നു, അതുകൊണ്ടായിരിക്കും അതൊക്കെ നടത്തി തന്നത്. അങ്ങനെ ഇപ്പം ഉടമ്പടിയിൽ തന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോൾ നിത്യതയിലേക്ക്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവനും നിത്യതയിലേക്ക് പോകണം. നിയോഗങ്ങൾ മാത്രമല്ല, എന്നും ഇങ്ങനെ, അതായത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൗച്ചാണ് എൻ്റെ ഉടമ്പടി കാശ് രൂപ. ഇതിനെ ഞാനൊരു ടിന്നിലാക്കി സൂക്ഷിച്ചിരിക്കുക. എൻ്റെ ഈ വീടിൻ്റെ ആവശ്യത്തിന്, എന്താവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലല്ല ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി എന്തിനു വേണ്ടി പോയാലും ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളുമായിട്ടേ പോകത്തുള്ളൂ. എന്ത് പേപ്പർ സബ്മിറ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടും, അതുപോലെ തന്നെ ഉപ്പിട്ട് അത് കൊണ്ട് കൊടുക്കും. അതായത് ഭയങ്കര, ആ എഞ്ചിനീയർക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഭയങ്കര ഇത്രയും ഇതായിട്ട് തന്നെ കാര്യങ്ങൾ, എത്ര സ്പീഡായിട്ട് കാര്യങ്ങൾ ഇവിടുത്തെ പോകുന്നു. പുള്ളി ഏകദേശം ഒരു 4-5 വീട് ഒരേപോലെ ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റിലെ ഞങ്ങളുടെ വീട് കഴിഞ്ഞു, എൻ്റെ കാര്യങ്ങൾ ഇതുവരെ എല്ലാം പരിശുദ്ധ അമ്മ വളരെ നന്നായി തന്നെ ചെയ്തു തന്നു. ഈ കാശുരൂപ ഒരു വലിയ ശക്തിയാണ് എനിക്ക്. ഞാൻ എവിടെ പോയാലും ഇത് ഉപയോഗിക്കുക. അതിപ്പം എവിടെ ലോങ് പോകാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഞാൻ ഇത് കയ്യിൽ കൊണ്ടുപോകും. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ പറയും, ഞാനല്ല നീ ആയിരിക്കണം ഈ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു മെറിറ്റുമില്ലാത്ത എന്നെയാണ് ഇവിടം വരെ എത്തിച്ചത്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയും. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ജിനു വിനോദ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ഉടമ്പടിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കണമെന്ന് താല്പര്യമോ അല്ലെങ്കിൽ നിർബന്ധമോ ആഗ്രഹമോ ഉള്ള വ്യക്തിയായിരുന്നില്ല. ബന്ധുക്കളിൽ 1-2 പേരാണ് നിരന്തരം ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി മകളോട് സൂചിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്രകാരം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം അതിവിടെ സാക്ഷികൂടാരത്തിൽ പറഞ്ഞു. ഇവിടെ മകളെ വിട്ടുപോയി. അത് അലമാരിയിൽ ഒരിടം ആദ്യം തന്നെ ഒരുക്കിയിട്ടു. അവിടെ വസ്ത്രങ്ങളൊന്നും വെക്കാതെ ഒരു സെപ്പറേറ്റ് പോർഷൻ ഇട്ടിട്ട് ഉടമ്പടി എടുപ്പിക്കുവാൻ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അതിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നയിക്കണം. അമ്മ അവിടുന്ന് തരുന്ന എല്ലാ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളും എനിക്ക് സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ളൊരിടം ഞാനിവിടെ ഒരുക്കുന്നുണ്ട്. അതൊരു മാനസികമായ ഒരുക്കത്തിൻ്റെ ഒരു സൂചനയാണ് മകളുടെ വാക്കുകളിലൂടെ കേട്ടത്. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം അലമാരിയിൽ ഒരിടം ഭദ്രമായി ഏറ്റവും വിശുദ്ധിയോടെ മറ്റൊന്നും വസ്തുവകളൊന്നും വയ്ക്കാതെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി മാത്രമായി ഒരുക്കി വെച്ച് അമ്മയുടെ വിളി കാത്ത് ഇരുന്നുവെന്നാണ് ആദ്യം സൂചിപ്പിച്ചത്. പിന്നീടാണ് ഉടമ്പടി എടുക്കുവാനായി ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തുടങ്ങുന്നത്.
ഉടമ്പടി എഴുതുമ്പോൾ നിയോഗങ്ങൾ അധികമൊന്നും എഴുതാനില്ല. ശാന്തമായി സന്തോഷമായി പോകുന്നൊരു കുടുംബം. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രത്യേകിച്ച് അധിക നിയോഗങ്ങൾ എഴുതി കണ്ണീരോടുകൂടി പറയുവാൻ അധികമൊന്നുമില്ല. അമ്മയെ നോക്കും, ചിരിക്കും, വർത്തമാനം പറയും. ഉടമ്പടി എല്ലാ കാര്യങ്ങളും നല്ല വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. വചനം വായിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുമായിരുന്നു. അത് ദിവ്യബലിയിൽ പങ്കുചേരുവാനും പ്രയാസമെന്ന് ആദ്യം കരുതിയെങ്കിലും ദിവ്യബലിയിൽ നന്നായി പങ്കുചേരുവാൻ, രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുവാൻ, അങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടക്കമില്ലാതെ നന്നായി ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് വരുമ്പോൾ ആകെ മനസ്സിൽ ഒരു നിയോഗമില്ലെങ്കിൽ കണ്ടിരുന്നൊരു പ്രശ്നമാണ്, കുറച്ചധികം പുരയിടം വാങ്ങി ഇട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്നു, അതെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. മാതാവ് എന്തെങ്കിലും ഒരു ആലോചന തരുന്നുവെങ്കിൽ അതിന് നൽകണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളിലുള്ളൂ. അതാണ് സഹോദരി സൂചിപ്പിക്കുന്നത്. 3 ആഴ്ച കഴിയുമ്പോൾ ഒരു ബന്ധുവെന്ന് പറയുന്നു, നമുക്കിവിടെ ഒരു ഹോസ്റ്റൽ പണിതാൽ നല്ല സാധ്യത ഉള്ളതല്ലേ, നോക്കാമെന്ന്. അതങ്ങനെ ഹോസ്റ്റൽ പണിയുവാനുള്ള കാര്യത്തിന് 1.5 കോടി രൂപയുടെ ബഡ്ജറ്റായി. അതിൻ്റെ പ്ലാനെല്ലാം വരച്ചു. ഏതാണ്ട് തീരുമാനമാകുമ്പോഴാണ് ഇത് അച്ഛൻ്റെ ഒരു ആശീർവാദം വാങ്ങണം, അച്ഛൻ്റെ ഒരു ആലോചന വാങ്ങണം എന്ന മനസ്സിൽ വരികയും അങ്ങനെ ഒരു ഉടമ്പടി ധ്യാനം കഴിഞ്ഞോടി ഇവിടെ എത്തി അച്ഛനോട് ആലോചന ചോദിച്ച് കാര്യം പറയുന്നത്. അച്ഛൻ അന്ന് വരെ വരച്ച മുഴുവൻ പ്ലാനും തിരുത്തി. അച്ഛനത് ആകെ പറഞ്ഞത്, ഫ്രണ്ടിലൊരു വീടുണ്ട്, അത് കണ്ടിട്ട് പോവുക, അപ്രകാരം ചെയ്യുകയെന്ന് പറഞ്ഞു. അതുപോലെ വിശ്വസിച്ച് ഫ്രണ്ടിലുള്ള വീട് പോയി കണ്ടു. എന്നിട്ട് അതാണ് പിന്നീട് പോയി ഹോസ്റ്റൽ എന്ന ഒരു കെട്ടിടത്തിന് പകരം ഒരു വീടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് ഒരു 7 മാസം കൊണ്ട് നിർമ്മാണം മുഴുവൻ പൂർത്തിയായി. 22 പേർക്ക് താമസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഹോസ്റ്റലായിട്ട് ആ വീട് രൂപാന്തരപ്പെടുത്തുവാൻ പറ്റി. മറ്റൊന്ന് 1.5 കോടി രൂപ ചെലവ് നിശ്ചയിച്ചിരുന്നത് 65-70 ലക്ഷം രൂപയിൽ നിർമ്മാണം തീർന്നു. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ എത്ര വ്യത്യസ്തമായി, എന്നാൽ എത്ര അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും അമ്മ മാതാവ് ക്രമീകരിച്ച് തരുന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവിടെ പണിക്കാരായി വന്ന എല്ലാവരും ഉടമ്പടിയുമായി ബന്ധമുള്ളവരായിരുന്നു. അതെനിക്കൊരാശ്വാസമായിരുന്നു. പണിക്കാരോ പണി ചെയ്യുന്നവരുടെ വീട്ടുകാരോ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഓരോ പണിയും വിശ്വസ്തതയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രകൃതി പോലും ആ പണി ചെയ്ത നാളുകളിൽ സ്ഥിരമായി മഴ നൽകിക്കൊണ്ട് അത് ഒരു ബലക്ഷയമില്ലാത്ത വിധത്തിൽ പൂർത്തീകരിക്കുവാൻ എപ്പോഴും സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ തവണയും അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, പുതിയ രീതിയിൽ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള പദ്ധതികൾ, എന്ത് ചെയ്യുവാനുമുള്ള സന്തോഷം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ മടുപ്പില്ലായ്മ, എന്ത് ചെയ്യുമ്പോഴും അത് ദൈവനാമത്തെ പ്രതി ചെയ്യുവാനുള്ള നല്ലൊരു താല്പര്യം, കൃപാസനം പത്രിക പോലും ഒട്ടും മടിയില്ലാതെ ഓരോന്നിലും പ്രാർത്ഥിച്ച് അത് അനുഗ്രഹത്തിന് കാരണമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് കൈമാറുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതൊക്കെ നൽകി അമ്മ മാതാവ് ഈ നാളുകളിൽ നയിച്ചുവെന്ന നമുക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൈവരുന്ന മാറ്റം കൃപയുടെ ജീവിതമാണ്. ആ ഭവനത്തിന് പോലും കൃപയെന്ന് പേരിട്ടുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇത് കൃപയുടെ ഭവനമാണ്, ഇത് നയിക്കുന്നത് കൃപയുടെ ജീവിതമാണ്. അതുകൊണ്ട് കൃപാസനം അമ്മയുടെ അരികിലെത്തുമ്പോൾ അത് സന്തോഷത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, കൂടുതൽ പ്രതീക്ഷയിലേക്ക് ജീവിതത്തെ നയിക്കുന്നുവെന്ന് മകൾ ലോകത്തോട് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുകയാണ്. കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞ്, അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.